ഹലോ ഗൈസ്, ഞാനേ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ജാതിക്കയുടെ അച്ചാർ ഉണ്ടാക്കണേ. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇട്ട് കാണിച്ചു തരണം എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്നും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. മമ്മി പറഞ്ഞോ. ഗ്യാസ് കത്തിക്കല്ല, അവർക്കറിയാം, പറയണ്ട. ആദ്യം എന്താ ഒഴിക്കണ്ടേ? നല്ലെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാവുമ്പോൾ കടുക്, കടുക് ഇട്ടു കേട്ടോ. പിന്നെന്താ ഇടണം മമ്മി? ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഇതിടാം. അതിന് അളവുണ്ടോ? അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇടാം. പിന്നെ 3-4 ഉണക്കമുളക്. ഹൈയിൽ വെച്ചിട്ടത് ചെയ്യണേ. കാശ്മീരി മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, പുളിവെള്ളം ഒഴിക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുക്കുക, എന്നിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കണം. കായപ്പൊടി ആവശ്യത്തിന് ഇടുക. എന്താ മമ്മി എടുക്കണേ? ഉലുവപ്പൊടിയാ. ഉലുവപ്പൊടി ഇടാൻ മറന്നു പോയി ഗൈസ്. എടുത്തു വയ്ക്കാൻ പറഞ്ഞു. അര സ്പൂണ് ഉലുവപ്പൊടി. ഉപ്പിട്ടു. അത് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ. രണ്ട് സ്പൂണ് വിനാഗിരി. 2-3 ആവാം.
മൂത്ത് വരുമ്പോഴല്ലേ വിനാഗിരി ഇടണ്ടേ? മസാല മസാല മൂത്ത് വരുമ്പോഴാണ് കേട്ടോ വിനാഗിരി ആഡ് ചെയ്യേണ്ടത്. ഒരു സ്പൂണ് പഞ്ചസാര. ഓക്കെ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇല്ല. ആ പുളിയൊക്കെ നമുക്ക് ആവുന്നുണ്ട്. ജാതിക്ക ഒന്ന് വാട്ടി വെച്ചതാണ്. ജാതിക്ക ഒന്ന് വാട്ടി വെച്ചതാണ്. വാട്ടി വെച്ചോ? എങ്ങനെയാ മമ്മി വാട്ടിയത്? ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വാട്ടി വെച്ചു. അല്ലെങ്കിൽ ആവി കയറ്റാലും മതി. അരിപ്പത്തിൽ വെച്ചിട്ട് ആവി കയറ്റാലും. ആ, മസാല മൂത്തു. എന്നിട്ട് ഇത് ജാതിക്ക വേവിച്ചതല്ലേ? ആവി ആവി കയറ്റി. ആവി കയറ്റിയാണ്. കടുക് വറുത്ത് പൊടിച്ചു. അതെത്രയാ? അത് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടമനുസരിച്ച് വറുത്ത് പൊടിച്ചിട്ടാണ്. കൂടുതലായ കഴിക്കും. അത് ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. കടുക് അതിന് ഒരു കണക്ക് വരും. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാക്കരുത്. ഇളക്കരുതെന്നോ? അതിട്ട് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. കിടത്തിയിടണം. അതിനൊരു കണക്ക് ലാസ്റ്റ് കടുക് വരും. നോക്കി ഇത്തിരി പഞ്ചസാര വേണമെങ്കിൽ കൂടുതൽ ഇടാട്ടോ. നല്ലതാ. ഉപ്പ് കുറച്ച് എടുത്ത് നിൽക്കണ്ട്. ഉപ്പ് കൂടിയാ? കുറച്ച് ലേശം. ഉപ്പ് കൂടിയില്ലേ? പഞ്ചസാര ഇട്ടതല്ലേ? അതിൽ പിടിക്കില്ലേ? നല്ലതാ. ആയാ കഴിഞ്ഞാ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി സാധനമാണ്. നമ്മൾ മാങ്ങ അച്ചാർ കഴിക്കണ പോലെ ഉണ്ടാവും. ഓക്കെ, ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.